നമസ്കാരം. പുസ്തകങ്ങൾ എന്നും എൻ്റെ കൂട്ടുകാരാണ്. ഗുരു നിത്യചൈതന്യതി പറഞ്ഞതുപോലെ പുസ്തകങ്ങളുടെ വാസനയാണ് എന്നെയും വായനയുടെ ലോകത്തേക്ക് നയിച്ചത്. മുൻപെപ്പോഴോ മലയാളം ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്ന പാഠമാണ് ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ എന്ന പുസ്തകം വായിക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചത്. ഒരു ഡയറിക്കുറിപ്പിൻ്റെ ഈ പുസ്തകം രണ്ടാം ലോക മഹായുദ്ധകാലത്തെ വംശീയ ഭ്രാന്തിൻ്റെയും അധികാര കൊതിയുടെയും പൈശാചികതയുടെയും നാസി ഭീകരതയുടെ നേർക്കാഴ്ചയാണ് നമുക്ക് കാണിക്കുന്നത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജന്റെ നോവലിൽ താഴിട്ടു പൂട്ടിവെച്ച ഒരു ഡയറിയെയും അതിൽ ഉറുമ്പുകൾ പോലെ പടർന്ന് റാം എന്ന് തുരുതുര എഴുതിയ ഹൃദയാക്ഷരങ്ങളെയും അതിജീവിക്കുന്നത്. അർഹതയില്ലാത്തതുകൊണ്ട് മാത്രം ബോധപൂർവം ഇറങ്ങിപ്പോന്ന ചിലയിടങ്ങളിലെ നമ്മുടെ ഭൂതകാലങ്ങളും ജന്മവും വർത്തമാനങ്ങളും എല്ലാം പലപ്പോഴും പലയിടങ്ങളിലേക്കും കടന്നു ചെല്ലാൻ തടസ്സമായി നിൽക്കാറുണ്ട്. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുന്നതിൽ പോലും വരുത്തി തീർക്കുന്ന മതിലുകൾ വിഘാതപരമായി കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവയെല്ലാം അതിജീവിച്ച അപൂർവം ചില ആത്മബന്ധങ്ങൾ ഇന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. എൻ്റെ പേര് ഡെല്ല. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എനിക്ക് ശീല ടീച്ചറുടെ കൊന്നപൂത്ത നാളിലോ കൊന്നിമരച്ചോട്ടിലോ എന്ന പുസ്തകത്തിലെ കഥയെക്കുറിച്ചാണ്. ടീച്ചർ അതിമനോഹരമായിട്ടാണ് ഈ പുസ്തകത്തിൽ ടീച്ചറുടെ അനുഭവങ്ങൾ കഥയായും രചിച്ചിരിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടീച്ചറുടെ അന്നത്തെ കാലത്തെ അനുഭവങ്ങൾ. സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ എല്ലാ അനുഭവങ്ങളും ടീച്ചർ ഇതിൽ. നമസ്കാരം. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നായിരുന്നു ടോട്ടോ-ചാൻ. ജാപ്പനീസ് ഭാഷയിൽ ചൂടപ്പം പോലെ വിറ്റഴിച്ച ഒരു പുസ്തകമാണിത്. 1982 പുറത്തിറങ്ങിയ ടോട്ടോ-ചാൻ ലോകമെങ്ങുമുള്ള എല്ലാ പ്രധാന ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അഞ്ജലി BS. ഞാൻ +2 ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്നു. ഞാൻ വായിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആനപ്പൂട എന്ന ചെറുകഥയുടെ ആസ്വാദനമാണ് ഇവിടെ പറയുന്നത്. മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഒരു ചെറുകഥയാണ് ആനപ്പൂട. ഈ ഒരു കഥയിൽ ബഷീറിൻ്റെ ബാല്യകാലത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. തൻ്റേതായ ശൈലിയിൽ നർമ്മം കലർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കഥ രചിച്ചിട്ടുള്ളത്. കഥാകാരനായ ബഷീറും സഹോദരൻ അബ്ദുൽ ഖാദറും ഉമ്മയും ബാപ്പയും രാധാമണിയും നാട്ടുകാരും അടങ്ങുന്ന രസകരമായൊരു കഥയാണിത്.